ഇന്ന് രാവിലെ ഞാൻ എണീറ്റ പാടെ തന്നെ വന്നത് അടുക്കളയിലേക്കാണ് കേട്ടോ. കാരണം ഇന്നത്തെ കൂട്ടൽ എന്ന് പറയുന്നത്, ചായൻ്റെ കടി എന്ന് പറയുന്നത് നീർദോശയാക്കാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. ഇനിയിപ്പം ഏട്ടനെ പോകുമ്പോഴേക്ക് ഇതൊക്കെ ആക്കണം. അപ്പം ഞാൻ ആ അരിയൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വേസ്റ്റ് കൊണ്ടുവച്ചിടാൻ പോയത്. ഇന്നലെ ഒരു വേസ്റ്റ് എടുത്ത് കണ്ടുപോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് വേഗം തന്നെ അതൊക്കെ ഇന്നലത്തത് അതിൽ തന്നെ ഉണ്ട്. ഇന്നലെ ഞാൻ പിന്നെ താഴെയൊന്നും പോയിട്ട് കൊണ്ടുവച്ചിട്ടിട്ടില്ല. പിന്നെ ഈ ഒരു ഡോറൊന്ന് തുറന്ന് വെക്കുന്നുണ്ട്. ഡോറ് തുറന്നിട്ടില്ലെങ്കിൽ അകത്തൊന്ന് ചൂടെടുത്ത് മരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഡോറൊക്കെ അവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം. അത് എത്ര ലേറ്റ് ആയാലും ഞാൻ കുറച്ച് സമയം ഒന്ന് ഇവിടെ നിൽക്കും കേട്ടോ. എന്താ അറിയില്ല, എനിക്ക് ഇഷ്ടമാണ് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നീർദോശയ്ക്ക് ഇന്ന് ഞാൻ മുട്ട റോസ്റ്റ് ആക്കാൻ വിചാരിച്ചു. മുട്ട റോസ്റ്റും നീർദോശയും ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഏട്ടന് രണ്ടെണ്ണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടന് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് അടുത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പം അവന് നമ്മുടെ കേരളത്തിലെ ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ മുന്നേ ഇഡ്ഡലിയായിരുന്നു ഇഡ്ഡലിയോ എന്തോന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പുട്ടോ അങ്ങനെ എന്തോ, എനിക്ക് ഓർമ്മയില്ല ശരിക്കും. അപ്പം ഞാൻ നീർദോശയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ രാകുന്നുണ്ട്. തേങ്ങയും ഇന്നലത്തെ ചോറും പിന്നെ 2-3 ചെറിയുള്ളിയും കുറച്ച് ജീരകവും, ചെറിയ ജീരകവും അത് വെച്ചിട്ടൊന്നത് അടിച്ചെടുക്കണം. പിന്നെ ഇത് വേഗത്തിൽ കഴിയുമല്ലോ, പിന്നെ ചൂടാനും വേഗത്തിൽ കഴിയും. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ നച്ചുനും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം. പിന്നെ ചോറിൻ്റെ പരിപാടി നോക്കണം. ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ അങ്ങനെ കഴിക്കാറില്ല, അതുകൊണ്ട് ഏട്ടൻ മാത്രമേ ചിക്കൻ കഴിക്കൂ. അതുകൊണ്ട് ഇന്നലെ ഇവിടെ ഇങ്ങനെ 50 രൂപയ്ക്ക് എങ്ങാണ്ടാണ് വാങ്ങിച്ചത്. 50 രൂപയ്ക്ക് വാങ്ങിച്ച് ഞാൻ പകുതിയാക്കി. ഇന്നലെ കുറച്ചെടുത്ത് ഏട്ടന് ഉണ്ടാക്കി കൊടുത്തു. ഇന്നും കുറച്ചത് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ട് ഏട്ടന് ഉച്ചയ്ക്ക് കൊടുത്തു വിടാം. പിന്നെ കോവയ്ക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾ പോയിട്ട് വരുമ്പം. അപ്പോൾ ആ ഒരു കോവയ്ക്ക് ഒരു ഉപ്പേരി ആക്കാൻ വിചാരിച്ചു. പിന്നെ തൈര് ഉരുപ്പുണ്ട്. അപ്പോൾ ഏട്ടന് അത്രയും സാധനങ്ങളുണ്ട് ചോറാക്കാൻ വിചാരിച്ചു. പിന്നെ ഇന്നലെ അപ്പുറത്തെ വീട്ടിലെ അമ്മ പോയിട്ടോ നാട്ടിലേക്ക്. ഇനി ഞാൻ അവരെ കാണത്തില്ല, അവർ ഇനി ഇങ്ങോട്ട് വരത്തില്ല. അവർ ഈ ഒരു മെയ് 15-ന് അവർ എല്ലാവരും ബാക്കി പല്ലവിയൊക്കെ മക്കളും ഈ ഒരു മെയ് 15-ന് സാധനങ്ങളൊക്കെ ആയിട്ട് ക്വാർട്ടേഴ്സ് കാലിയാക്കും. പിന്നെ അവിടെ പുതിയ ആൾ വരും. പുതിയ ആൾ വെയിറ്റിംഗ് ആണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അമ്മ ഇന്നലെ പോകുമ്പം കറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടുവിനത് പറ്റിയെന്ന് ഞാനിങ്ങനെ രാവിലെ പോകുമ്പോൾ എന്താ സംഭവം എന്ന് എനിക്കും അറിയില്ലായിരുന്നു കറക്റ്റായിട്ട് എന്താണെന്ന്. ആക്സിഡൻറ്റ് പറ്റിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇവിടെ അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഒരുപാട് പച്ചക്കറിയും അതേപോലെ തന്നെ നമ്മുടെ കോണും ചോളവും പിന്നെ എന്തൊക്കെയോ ഫ്രൂട്ട്സും എന്തൊക്കെയോ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ മാസം ആദ്യമാണല്ലോ, ഏട്ടൻ്റെ കയ്യിൽ സാലറി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ എല്ലാ അതിൻ്റെ തലേ ദിവസം പല്ലവിയൊക്കെ ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്തുനിന്ന് ഒരുപാട് സംസാരിക്കുകയും അവർക്കിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കരയുമ്പോൾ അവരെ കൂടെ ഞാനും കരഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ 2 ദിവസം മുമ്പേയാണ്. അപ്പോൾ ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വേറെ ആളെ സങ്കടം എടുത്ത് നീ നിൻ്റെ തലയിലേക്ക് എടുത്ത് വെക്കരുത്. അവർ സങ്കടം പറയുമ്പം കേട്ടിരുന്നു, കരയൊന്നും ചെയ്യരുത്, അത് മനസ്സിന് കൊടുക്കരുത് എന്നൊക്കെ. പക്ഷേ എങ്കിൽ എൻ്റെ അടുത്ത് വേറെ ആരെങ്കിലും എന്തെങ്കിലും സങ്കടമുള്ള കാര്യം പറയുമ്പോൾ എനിക്കങ്ങനെ ആവും, എന്ത് ചെയ്യാനാ. അങ്ങനെ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതുണ്ടാവുന്നത്. അങ്ങനെ ഞാൻ രാവിലെ എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ട് കൊടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എവിടെ പോകാൻ. ഞാൻ പറഞ്ഞു എൻ്റെ അനിയൻ എങ്ങനെ എന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, നാട്ടിലേക്ക് പോവാണെന്ന് പറയാം. എനിക്കതൊന്നും പറയാൻ പറ്റുന്നില്ല, എനിക്കിങ്ങനെ കരച്ചിലൊക്കെ വരും. അപ്പം ഞാൻ പല്ലയൊക്കെ എന്നെ കെട്ടിപ്പിടിച്ച് കുറേ സമയം കരഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ നാട്ടിലെത്തി പിറ്റേ ദിവസം തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വന്നപ്പോൾ സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു, പല്ലവൊക്കെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പം എൻ്റെ അടുത്ത് ഭയങ്കര എന്താ പറയുക, എന്തോ ഒരു കെയറിങ് ഒക്കെ ചെയ്യുന്ന പോലെയായിരുന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. പിന്നെ ഞാൻ കരയുമ്പം പറയും, കരയരുത്, ഇതൊക്കെ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇന്നലെ പോകുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ അവരെ കാണത്തില്ല, ഞാൻ എങ്ങനെ കാണാനാ. അവരവരെ നാട്ടിൽ പോയി. അപ്പം പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. നച്ചുവിന് ഭയങ്കര കാര്യമാണ്. അവരമ്പലത്തിൽ പോകുമ്പോൾ നച്ചുവിനെ എപ്പോഴും അമ്പലത്തിലൊക്കെ കൂട്ടും. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും പല്ലവിയൊക്കെ ഇവിടെ ഇല്ലാത്ത സമയത്ത് എവിടേക്കെങ്കിലുമൊക്കെ പോകണമെങ്കിലൊക്കെ എന്നെയാണ് കൂട്ടുക. അങ്ങനെ മൂപ്പര് പോയി. ഇവരിപ്പം 15-ാം തീയതി പോവും. ഇനി ഞങ്ങൾ കാണുമോ ഒന്നും അറിയില്ല. അങ്ങനെ ദോശ ഇവിടെ കുറച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉള്ളി മുറിച്ചിടുന്നുണ്ട് മുട്ട റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുട്ട റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഏട്ടന് ചായ എടുത്ത് കൊടുക്കണം. എന്നിട്ട് ഏട്ടൻ പോയിട്ട് വേണം ബാക്കി ചോറിൻ്റെ പണിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏട്ടൻ ചോറ് കഴിക്കുകയാണ് കേട്ടോ.
ഏട്ടൻ ഇൻസ്റ്റഗ്രാമിൽ DP എൻ്റെ അനിയൻ്റെ ഞങ്ങൾ ഓനൊരിക്കലും ഇവിടെ വന്നപ്പം ഞങ്ങൾ ഇവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. അവിടെ അന്ന് ഭക്ഷണം ഉണ്ടായിരുന്നു. നമുക്ക് ഭക്ഷണം കഴിക്കാതെ അവിടെ പോയി. പക്ഷേ ഓൻ ഭക്ഷണം കഴിച്ചില്ല, ഞങ്ങൾ കഴിച്ച്. അപ്പോൾ അന്നെടുത്തൊരു സെൽഫി ഉണ്ടായിരുന്നു, അതായിട്ടൻ ഇപ്പോൾ DP വെച്ചത്. അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ്റെ ഫോട്ടോ നമ്മൾ സ്റ്റാറ്റസ് ഇടുമോ അല്ലെങ്കിൽ DP ഒക്കെ വെക്കുകയാണെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഏട്ടനോട് പറയും അത് അന്നെങ്കിൽ വെക്കാൻ പറ്റില്ല, പക്ഷേ ഇപ്പോൾ എന്നിട്ട് ഏട്ടൻ ഓൻ്റെ ഫോട്ടോ വെച്ചത്. അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് ടെറസിലേക്ക് വന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ടെറസിൽ ഭയങ്കര വെയിലാണ്. രാവിലെ തന്നെ കേട്ടോ ഏട്ടൻ 8:25 ആകുമ്പോഴേക്കും ഏട്ടൻ പോയിട്ടുണ്ട്. ഏട്ടൻ പോയ ഉടനെ ടെറസിലേക്ക് വന്ന് നോക്കുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പം ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കണം. എന്നിട്ട് ചോറ് ഏട്ടന് കൊടുത്തു വിടണം. പിന്നെ പല്ലവിക്ക് അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു ഭർത്താവ് പുതിയ സ്ഥലത്ത് പോസ്റ്റിംഗ് ഉള്ള സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ റൂമും കാര്യങ്ങളും ഏട്ടനോട് എടുക്കാൻ മറന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു രാവിലെ ഒരാൾക്ക് കൂടി അധികം ഭക്ഷണം വേണമെന്ന്, അത് ഏട്ടനോട് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഞാനിതാ കോവയ്ക്ക മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇവിടെ മുളകും കുരുമുളകും ഒക്കെ കൂടി ചേർത്തിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അരിക്ക് വെള്ളം ഇട്ടിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് വേവുന്ന അരി അതിനെക്കൊണ്ട് അതിൽ വലിയ കാര്യമില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടും. മാമൻ ഇവിടെ ഉള്ളപ്പം എൻ്റെ മാമൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കുക്കറിലാണ് വെക്കൽ. കുക്കറിൽ പെട്ടെന്ന്, പക്ഷേ എനിക്ക് കുക്കറിൽ അങ്ങനെ വെച്ചിട്ടൊരു പരിചയമില്ലാത്തതിനെ കൊണ്ട് ഞാൻ കുക്കറിൽ വെക്കാൻ നിൽക്കാറില്ല. പിന്നെ ചെറിയ കുക്കർ അതിനെക്കൊണ്ട് ഒരു ഗ്ലാസ് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, വിസിലിന് ചെറിയൊരു പ്രശ്നമൊക്കെ വരും. അങ്ങനെ ഞാൻ ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കുഴച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. വാട്ടിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് 2-3 വിസിൽ, ഇത് ചിക്കനൊന്ന് വേകുന്നവരെ ഒരു 2-3-4 വിസിൽ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ കുട്ടൂൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വരുന്നുണ്ട്. അവൻ്റെ കൂടെ തന്നെ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ആണ്. അപ്പം അവർ പരിചയപ്പെട്ടത് ഏകദേശം ഒരു 10-11 കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പായിരിക്കും, 12 കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പായിരിക്കും. കാരണം അവർക്ക് ഈ ഒരു മിലിറ്ററിയിൽ കിട്ടുന്ന മുമ്പേ അവന് കുറച്ച് ദിവസം അവൻ ഇതിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ എക്സാമിൻ്റെയും പിന്നെ ഈ ഒരു ഓടുന്ന അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു പരിശീലനത്തിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ബാലുശ്ശേരി, നമ്മളെ നാട്ടിൽ തന്നെയുള്ളൊരു ബാലുശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത്. അപ്പോൾ അവിടെ നിന്ന് ആയതാണ്, കണ്ണൂരാണ് എൻ്റെ വീട്. അപ്പം അവന് ഇത് അറിയുന്ന സമയത്ത് അവനങ്ങ് കാശ്മീരിൽ എവിടെയോ ആയിരുന്നു, റേഞ്ചൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അറിഞ്ഞപ്പം വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്നിപ്പോൾ ലീവിന് നാട്ടിൽ വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൽ അമ്മയച്ഛനുണ്ടോ. അപ്പം ഏട്ടൻ പറഞ്ഞു അമ്മയച്ഛനുണ്ട്, അന്നപ്പം വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അമ്മേനെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ ഉണ്ട്, ഓൻ്റെ റൂമിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അവരെന്ന് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്സ്. അമ്മ ഒരിക്കലും വാർപ്പിൻ്റെ മുകളിൽ നിന്ന് വീണപ്പം ഈ കുട്ടി വന്ന ട്രെയിനിങ് സെൻറ്ററിലായിരുന്നു, ബാംഗ്ലൂർ ട്രെയിനിങ് ആയിരുന്നു. അപ്പം ആ ട്രെയിനിങ് സ്ഥലത്തു നിന്ന് ഇവനിങ്ങനെ അമ്മ വീണെന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്ത് വരുമ്പം ഇവൻ്റെ അമ്മ വീണെന്ന് പറഞ്ഞിട്ട്, ഇവൻ്റെ അമ്മയാണ് വീണെന്ന് പറഞ്ഞിട്ട് ഇവനും ലീവ് എടുത്ത് അവൻ്റെ കൂടെ തന്നെ വന്നിട്ട് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലായിരുന്നു. രണ്ടാളും കൂടെ അമ്മേൻ്റെ അടുത്ത് 2 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നു. അവൻ ഭയങ്കര എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവൻ. ഇന്ന് വീട്ടിലേക്ക് പോയിട്ട് ഭയങ്കര കരച്ചിലാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങനെ. അപ്പോൾ ആ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചോറ് നേരത്തെ ആയിട്ടുണ്ടായിരുന്നു. 10:30 ആകുമ്പോഴേക്കും എൻ്റെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയപ്പം പല്ലവൊക്കെ ആയിട്ട് കുറച്ച് നേരം കഥ പറഞ്ഞു. അവർ പോവല്ലേ, കുറച്ച് സമയം അവരോട് കഥ പറഞ്ഞു. പിന്നെ ഞാൻ ഒരു 11 കാലമായപ്പം ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ചോറൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയിട്ടാണ് അടിച്ചു വരണം, തുടയ്ക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഞാൻ മണി പ്ലാന്റ് ഒരു ബോട്ടിലിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം. പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യാൻ തന്നെ കുറച്ച് പാടുണ്ട് കേട്ടോ. രാവിലെ തൊട്ടിട്ടുള്ള ചായ ഉണ്ടാക്കുന്നത് തൊട്ടിട്ടുള്ള മൊത്തത്തിൽ ഉള്ളി ഇതിൻ്റെയൊക്കെ തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗ്യാസുമ്പിലൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, കാരണം ഇത് ഭയങ്കര ഉയരമുള്ള പണ്ടത്തെ ഗ്യാസ് പോലത്തെയാണ്. എൻ്റെ അടുത്തുള്ളത് കുറച്ച് പതിഞ്ഞിട്ടുള്ള, എനിക്ക് അങ്ങനത്തെ ഗ്യാസാണ് ഇഷ്ടം. ഇത് വെക്കാൻ തന്നെ ഒരു ആർപ്പാടായിട്ടുള്ളൊരു കുറച്ച് സ്ഥലമൊക്കെ വേണം, ഉള്ള പോലെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നച്ചുവിന് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കണം. ഞാൻ റാഗി കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. നാട്ടിലാകുമ്പം ഡെയിലി കഞ്ഞി കൊടുക്കുമായിരുന്നു. ഇവിടെ മലയാളി സ്റ്റോറിൽ എൻ്റെ നാട്ടിൽ കുഞ്ഞരി കിട്ടും, പൊടിയരി കുഞ്ഞ് കിട്ടും. ഇവിടെ കുറച്ച് വലിയ പൊടിയരിയാണ് കിട്ടുക. അതാകുമ്പോൾ അവളങ്ങനെ കുടിക്കുന്നില്ല. വലിയ അരി ആകുമ്പോൾ ആയിട്ട് ഇന്നലെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു ആ വലിയ അരി വാങ്ങിയിട്ട് ഒന്നും കൂടെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്ക്. നാട്ടിലായപ്പോൾ അവൾക്ക് നല്ല തടി ഉണ്ടായിരുന്നു. ഇവിടെ പോയിട്ട് ഭക്ഷണം ഇനി മര്യാദയ്ക്ക് അവളൊന്നും ശ്രദ്ധിക്കായിട്ട് മെലിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പം ഇന്ന് മലയാളി സ്റ്റോറിൽ പോയിട്ട് വേണം പൊടിയരിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ ഒരുവിധം കഴുകിയിട്ടുണ്ട്. പിന്നെ ഇന്ന് കറി വെച്ച പാത്രങ്ങളും അതൊക്കെ ഒഴിച്ചിട്ട് കഴുകിയിട്ടുണ്ട്.
ഇനി എനിക്കൊരു മണി പ്ലാന്റ് ഒന്ന് ആ ഒരു ബോട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറ്റണം. ഞാനത് അപ്പുറത്തെ വീട്ടിൽ അവർ ഇങ്ങനെ അവിടെ കാട് കൂടി കിടന്നിട്ട് അവർ വെട്ടിയിട്ട് ടെറസിൽ ഇങ്ങനെ ഇട്ടതായിരുന്നു. വേസ്റ്റിൽ അവർ കൊണ്ടുപോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ നല്ലത് നോക്കിയിട്ട് മുറിച്ച് എടുത്തിട്ട് ഈ ഒരു ബോട്ടിൽ ഇട്ട് വെച്ചതായിരുന്നു. ബോട്ടിൽ ഇട്ട് വെച്ചപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ മുമ്പ് ഇട്ട് വെച്ചതാണ്. ഇപ്പം നോക്കുമ്പോൾ എല്ലാത്തിനും നല്ലോണം വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് 2-3 ബോട്ടിലേക്ക് ആക്കിയിട്ട് വെക്കണം. ആക്കി വെച്ചിട്ടും കാര്യമില്ല, നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഒപ്പടെങ്ങ് പോവും അങ്ങനെ. എന്നാലും ഞാൻ ഈ ഒരു വെള്ളത്തിലിട്ടുമ്പോൾ വെള്ളം പെട്ടെന്നൊന്നും വറ്റിപ്പോയില്ലല്ലോ. മണ്ണിലാകുമ്പോഴാണ് നനച്ചു കൊടുത്തിട്ടില്ലെങ്കിലുള്ള പ്രയാസം. അപ്പോൾ ഞാൻ വിചാരിച്ചു 2-3 ബോട്ടിലൊക്കെ എടുത്തിട്ട് ഈ ഒരു വെള്ള പെയിൻ്റ് അടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കാമെന്ന്. എന്തായാലും ഇങ്ങനെ ഒരു കൊല്ലമുണ്ടല്ലോ, ഒരു 9 മാസത്തോളമാണ് എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, അത്രയും ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വേരൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് ചീത്തയിലൊക്കെ മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. വീട്ടിലായിരുന്നപ്പം അവനെ ഇങ്ങനെ വെച്ച സ്ഥലത്ത് നിറയെ ബോഗൻവില്ല വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് സ്ലാബൊക്കെ വാർത്തിട്ട് ഫോട്ടോ അതേപോലെ ഡീറ്റോ പുറത്തൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേക്കും അതൊക്കെ അവർ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് വേണം അവിടെ ബോഗൻവില്ലൊക്കെ ഒന്ന് നടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അങ്ങനെ ഒരു ബോട്ടിലൊക്കെ ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ. പിന്നെ ചിലതിൻ്റെ ഒക്കെ തണ്ട് ചീഞ്ഞ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ എടുത്തൊന്ന് മാറ്റണം. എന്നിട്ട് ഇതിൽ രണ്ടും കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് കൊള്ളിച്ചിട്ട് ഇനി എവിടെന്നെങ്കിലും ഇങ്ങനത്തെ കുപ്പി കിട്ടുമ്പം ആ കുപ്പിക്ക് ഒന്ന് ഇങ്ങനെ കളർ അടിച്ചിട്ട് ഓരോരോ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കണം. ഇത് ഈ ഒരു ജനലുമ്മൽ എവിടെയെങ്കിലും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ജനൽ ഞാൻ അതിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് തുടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. ജനലിന് ഇങ്ങനെ കുപ്പി വയ്ക്കാനുള്ളൊരു സ്പേസ് ഇല്ല. അപ്പം എന്തെങ്കിലും ഒരു കയറ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി തൂക്കി കൊടുക്കുകയൊക്കെ വേണം. അങ്ങനെയൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ് മണി പ്ലാന്റ്. വീട്ടിലൊത്തിരി മണി പ്ലാന്റ് ഉണ്ട്. എൻ്റെ വീട്ടിൽ, ഏട്ടൻ്റെ വീട്ടിലും ഉണ്ട്. ഏട്ടൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു അമ്പലത്തിൽ പോയപ്പം അവിടെ ഒരു വീടിൻ്റെ തിണ്ടത്ത് കണ്ടിട്ട് അവിടുന്ന് ഞാൻ കഷ്ണം പൊട്ടിച്ചിട്ട് കുത്തുപറമ്പ് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു കുപ്പിയിലിട്ട് മേലെ ഞങ്ങളെ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിപ്പോൾ ഞാൻ കഴിഞ്ഞ ലീവിന് പോയപ്പം അവിടെ പോയപ്പം നല്ലോണം വലുതായിട്ടുണ്ട്. അമ്മ അത് താഴോട്ടൊന്നും എടുത്തുകൊണ്ടില്ല. ഞങ്ങളെ റൂമിൽ തന്നെ ഞാൻ അവിടെ വെച്ചാന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നച്ചു ഇതാ നല്ല ഉറക്കമാണ്. എൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കുളിക്കണം. അവൾ എണീക്കുമ്പോഴേക്കും അവൾക്ക് ചോറുണ്ടാക്കണം. അവൾക്ക് ചിക്കൻ കറിയൊക്കെ അതിനെക്കൊണ്ട് അവൾക്ക് ചെറുപയറും ചോറാണ് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.